നടൻ സിദ്ധാർത്ഥ് വേണുഗോപാലിൻ്റെ മരണം എല്ലാവരെയും ഞെട്ടിച്ചതാണ്. നടൻ സിദ്ധാർത്ഥ് വേണുഗോപാലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി താരങ്ങളാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. അക്കൂട്ടത്തിൽ നടി ബീന ആൻ്റണിയും ഉണ്ടായിരുന്നു. സീരിയലിൽ അമ്മയും മോനുമായി അഭിനയിച്ചിട്ടുള്ളവരാണ് സിദ്ധാർത്ഥും ബീന ആൻ്റണിയും. അന്ന് തുടങ്ങിയ സൗഹൃദം ആശുപത്രി കിടക്കയിലായിരുന്ന കാലത്തും തുടർന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്തയിൽ തകർന്നുപോയ ബീന ആൻ്റണി നെഞ്ചുവിങ്ങിയാണ് ആശുപത്രിയിലേക്ക് സിദ്ധാർത്ഥിനെ അവസാന നോക്ക് കാണാൻ എത്തിയത്. സീമാജി നായർക്ക് പിന്നിൽ സങ്കടം അടക്കി പിടിച്ചിരുന്ന ബീനയുടെ കണ്ണുകൾ കരഞ്ഞു കളങ്ങിയിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള ഓരോ വാർത്തകൾ എത്തുമ്പോഴും പ്രാർത്ഥനയിൽ ആയിരുന്നവരുടെ കൂട്ടത്തിൽ ബീനയും ഉണ്ടായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന സീമയുടെ പോസ്റ്റ് മണിക്കൂറുകൾക്ക് മുമ്പ് എത്തിയപ്പോൾ അത് സിദ്ധാർത്ഥ ആയിരിക്കുമെന്ന് ആരും നനച്ചിരുന്നില്ല. പിന്നാലെയാണ് സിദ്ധാർത്ഥിൻ്റെ മരണവാർത്തയും എത്തിയത്. തുടർന്ന് ബീന ആൻ്റണി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: സിദ്ധു, എടാ മോനെ, നീ ഇനി ഈ ഭൂമിയിലില്ല എന്നെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അമ്മയും മകനുമായി നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നീ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ പലപ്പോഴും പല സീനുകളിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. ഈശ്വര, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല സിദ്ധു. കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകൾക്ക് മാത്രം മോനെ. നിന്റെ കുടുംബത്തിന് താങ്ങാനുള്ള കരുത്ത് ഈശ്വരൻ നൽകട്ടെ എന്നായിരുന്നു ബീന ആൻ്റണി കുറിച്ചത്. ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കാണാൻ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒപ്പം അഭിനയിച്ച നിരവധി താരങ്ങളും എല്ലാവരും എത്തിയിരുന്നു. അവിടെ എത്തിയവരുടെ എല്ലാം ചങ്കുലയ്ക്കുന്നതായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കരച്ചിൽ. ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ തളർന്നു വീഴുകയായിരുന്നു ആ അമ്മ. എൻ്റെ മോനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്നുള്ള ചോദ്യം കേട്ടു നിൽക്കുന്നവരുടെ ചങ്കുലയ്ക്കുന്നതായിരുന്നു. സീമാജി നായർ അടക്കമുള്ളവർ അമ്മയുടെ കൈ പിടിച്ച് സിദ്ധാർത്ഥിനെ തൊടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലുമില്ല ശക്തിയില്ലാതെ തളർന്നു പോവുകയായിരുന്നു ആ അമ്മ. അച്ഛൻ മരിച്ച ശേഷം സിദ്ധാർത്ഥിന് അമ്മയായിരുന്നു എല്ലാം. മകൻ്റെ സ്വപ്നമായ അഭിനയത്തിന് സർവ്വ പിന്തുണയും നൽകിയിരുന്നത് ഈ അമ്മയായിരുന്നു. സിദ്ധാർത്ഥിന് രോഗം സ്ഥിരീകരിച്ച നാൾ മുതൽ മകൻ്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം അമ്മ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് സിദ്ധാർത്ഥിൻ്റെ മരണവാർത്ത. ശേഷം താങ്ങിപ്പിടിച്ചാണ് അമ്മയെ വാഹനത്തിലേക്ക് കയറ്റിയതും വീട്ടിലേക്ക് കൊണ്ടുപോയതുമെല്ലാം. സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കണ്ട് ചേട്ടാ, കുറേ വേദന സഹിച്ചില്ല എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അനുജത്തിയും. രണ്ടുപേർ ചേർന്ന് താങ്ങിപ്പിടിച്ചിരുന്ന അനിയത്തിയെ സാന്ത്വനിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഇന്നലെയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം സംഭവിച്ചത്. തൃശ്ശൂർ ചാലക്കുടിയിലെ വീട്ടിലേക്കാണ് സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. അച്ഛനും അമ്മയും അനുജനും അനുജത്തിയും അടങ്ങുന്ന കുടുംബമായിരുന്നു സിദ്ധാർത്ഥിൻ്റേത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ മരിച്ചു. അതിനുശേഷം സിദ്ധാർത്ഥായിരുന്നു കുടുംബത്തിൻ്റെ നട്ടെല്ല്. അതിനിടെയാണ് സിദ്ധാർത്ഥ സ്വപ്നങ്ങളുമായി സീരിയൽ ലോകത്തേക്കും കയറിയത്. എന്നാൽ കരിയറിലും സ്വകാര്യ ജീവിതത്തിലും എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ബാക്കിയാക്കി പാതി വഴിയെ സിദ്ധാർത്ഥ് ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ വിങ്ങുകയാണ് അവൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം. സിനിമയിൽ കയറണം, പ്രണയിച്ച് വിവാഹം കഴിക്കണം, ബിഗ് ബോസിൽ പോകണം, അങ്ങനെ സ്വപ്നങ്ങൾ ഏറെയായിരുന്നു നടന്. എന്നാൽ എല്ലാം പാതി വഴിയിൽ അവസാനിപ്പിച്ചാണ് സിദ്ധാർത്ഥ് മരണത്തിലേക്ക് പോയത്. കസ്തൂരിമാനിലെ സിദ്ധുവായി ശ്രദ്ധ നേടും മുമ്പ് സിദ്ധാർത്ഥ് അഭിനയിച്ച പരമ്പരയാണ് സൂര്യ ടിവിയിൽ. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ചികിത്സ. മരണം സംഭവിച്ചു മണിക്കൂറുകൾക്കിപ്പുറം സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മോർച്ചറിൽ നിന്നും പുറത്തേക്കിറക്കിയപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാന നോക്ക് കാണാൻ എത്തിയത്. അക്കൂട്ടത്തിൽ സിദ്ധാർത്ഥിൻ്റെ മരണവിവരം അറിഞ്ഞെത്തിയ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും കരച്ചിൽ താങ്ങാൻ കഴിയാത്ത വേദനയോടെയാണ് പ്രിയപ്പെട്ടവർ കണ്ടുനിന്നത്.